السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. أما بعد، فقد قال الله تعالى: ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാൻ 17 എന്ന് കേൾക്കുമ്പോഴേക്ക് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ബദരീങ്ങളുടെ സ്മരണയാണ്. റമദാൻ 17 ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം നടക്കുന്നത്. എത്രയോ കാലം ഇസ്ലാമിൻ്റെ പ്രബോധന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ അതിൻ്റെ മുമ്പ് കഴിഞ്ഞുപോയി. ആ സമയത്തെല്ലാം ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നവരാണ് മുസ്ലിമീങ്ങൾ. അന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോടും ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ക്ഷമ കൊണ്ട് ആ പീഡനങ്ങളൊക്കെ സഹിച്ചു. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പ്രതിരോധം എന്ന നിലക്ക് യുദ്ധത്തിലേക്ക് മുഅ്മിനീങ്ങൾ ഇറങ്ങേണ്ടി വന്നത്, സഹാബത്ത് ഇറങ്ങേണ്ടി വന്നത്. അതിനു മുമ്പ് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, നമുക്കറിയാം. ഹിജ്റ വന്നതും, സ്വന്തം നാടും വിട്ട് വീടും വിട്ട് സ്വത്തൊക്കെ ഒഴിവാക്കി എല്ലാവരും ഹിജ്റ പോകുന്നതും, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അവിടേക്കൊന്നും ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നില്ല, ആ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും യുദ്ധം ചെയ്ത് പ്രചരിപ്പിച്ച, വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമല്ല ഇസ്ലാം. പിന്നെ വാളെടുക്കേണ്ടി വന്നത് എന്തിനാണ്? അത് പ്രതിരോധം എന്ന നിലക്കാണ്. അതിലേക്ക് മുസ്ലിമീങ്ങളെ വലിച്ചഴച്ചത് കൊണ്ട് മാത്രമാണ് അതെടുക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഇസ്ലാമിൽ നടന്ന യുദ്ധത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ, കാരണങ്ങളതാണ്. ഏതായാലും ബദർ യുദ്ധമാണ് പ്രത്യക്ഷത്തിലുള്ള ആദ്യമായ യുദ്ധം. ഏറ്റുമുട്ടൽ നടന്ന ആദ്യത്തെ യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, അവരെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ അവരോട് കടപ്പെട്ടവരാണ്. കാരണം ഇവിടെ മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന യോദ്ധാക്കളാണവർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും, എല്ലാ കാലത്തുള്ളവരും അവരെ സ്മരിക്കേണ്ടതും അവരെ മദഹ് പറയേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ഈ വോയിസ് ബദരീങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി മാറ്റിവെച്ചത്. നമ്മളെല്ലാവരും ബദരീങ്ങളെ അനുസ്മരിക്കണം. ബദരീങ്ങളോട് മഹബത്ത് വെക്കണം. മഹബത്ത് വെക്കുമ്പോൾ അവരെ പറയൽ സ്വാഭാവികമാണല്ലോ, അവരെ പറ്റി പറയലും അവരെ അനുസ്മരിക്കലൊക്കെ.
അതൊക്കെ അവരോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മഹാന്മാരെ ഓട് മഹബത്ത് വെച്ച് കഴിഞ്ഞാൽ അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് അവർ ചെയ്ത സേവനം? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർ ചെയ്ത സേവനം എത്ര വലുതാണ്? എന്താണ് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ? പട്ടിണി പാവങ്ങൾ, യുദ്ധസന്നാഹങ്ങളില്ല, ആയുധക്കൊഴുപ്പില്ല, അങ്ങനെ എല്ലാം പ്രതികൂലമാണ്. ശത്രു വിഭാഗം അവർ എല്ലാവിധ സൗകര്യങ്ങളും അവർക്കുണ്ട്. ആയുധ പരിശീലനമുണ്ട്, യുദ്ധം ചെയ്യാൻ പരിചയമുണ്ട്, എല്ലാ ശക്തികളും അവർക്ക് പിന്തുണയുമുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗവുമായിട്ടാണ് ഈ പാവപ്പെട്ട സഹാബത്ത് ഏറ്റുമുട്ടുന്നത് ബദറിൽ വെച്ച്. അംഗബലവും അവർ കൂടുതലാണ്, ആയുധവും അവരെടുത്താണുള്ളത്. നമ്മൾ 313 എന്ന് പറയുന്നത് അത്രയും 13 പേര് പങ്കെടുത്തിട്ട് 313 പേരും പങ്കെടുത്തിട്ടില്ല. ചില ആളുകളൊക്കെ പ്രതിബന്ധം കാരണത്താൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. പക്ഷെ പ്രതിബന്ധം കാരണത്താൽ അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെയും കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 313 എന്ന് പറയുന്നത്. ശത്രുപക്ഷത്ത് 1000-ഓളം ആളുകളാണുള്ളത്. അപ്പം എത്രയാണ്? എല്ലാ സൗകര്യങ്ങളുമുള്ള 1000 വിഭാഗവും ഇവിടെ ഇപ്പുറത്ത് 313 ആളുകളും കൂടി ഏറ്റുമുട്ടിയാൽ ആർക്കാണ് വിജയം ഉണ്ടാകുക? സാധാരണ നിലക്ക് മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ആളുകളുള്ള, ആയുധങ്ങളുള്ള, അംഗബലമുള്ള അവരാണ് വിജയിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മറിച്ച് സംഭവിച്ചത് മുസ്ലിമീങ്ങളാണ് വിജയിച്ചത്. മുസ്ലിങ്ങൾ അല്ലാഹു തആല വിജയിപ്പിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇവിടെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റൂലായിരുന്നു. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധവേളയിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട അരീഷിൽ വെച്ച് ദുആ ചെയ്തപ്പോൾ, ആ പന്തലിൽ ഇരുന്ന് ദുആ ചെയ്തപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബത, ഈ ന്യൂനപക്ഷത്തിനെ റബ്ബേ ഈ യുദ്ധത്തിൽ നീ നശിപ്പിച്ചു കളഞ്ഞാൽ ഫലൻ തുഅബദ ഫിൽ അർദ്, ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരാളും കാണൂല. അതുകൊണ്ട് ഈ ന്യൂനപക്ഷത്തെ നീ വിജയിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു എന്ന് നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും. യഥാർത്ഥം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ദുആ അല്ലാഹു കബൂൽ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി, ബി 5000 മിനൽ മലായികത്തി മുസവ്വിമീൻ. പരിശുദ്ധ ഖുർആനിൽ അതൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 5000 മലക്കുകളെ പ്രത്യേക യൂണിഫോമോടുകൂടി അവിടെ ഇറക്കി. അങ്ങനെ അവർ യുദ്ധം ചെയ്തു. അതിൽ 14 പേരാണ് ഷഹീദായത്. 14 പേരുടെയും പേരുകൾ ഇന്ന് പോയാൽ നമുക്ക് ബദർ മഖബറയിൽ പോയാൽ, ആ ബദറിൻ്റെ ഖബർസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുറത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നത് കാണാം. 14 ശുഹദാക്കൾ, അവരുടെ പേരുകൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ആ 14 ശുഹദാക്കളാണ് അപ്പോൾ 14 പേര് മാത്രമാണ് മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്ന്, മുസ്ലിമുകളുടെ ഭാഗത്ത് നിന്ന് ഷഹീദായിട്ടുള്ളത്.
നേരെ മറിച്ച് അവരെ 70 ആളുകൾ കൊല്ലപ്പെടുകയും 70 ആളുകളെ ബന്ധനസ്ഥരായി പിടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ആ നിലക്ക് പിന്നെ ഈ 14 പേരിൻ്റെ ഷഹീദ്, അതൊക്കെ അവരൊക്കെ ഷഹീദാവാൻ ആഗ്രഹിച്ച ആളുകളാണ്. അവരതിൽ നിന്ന് ഷഹീദായി. അങ്ങനെയാണ് ആ യുദ്ധം വിജയിച്ചത്. അതിൽ എത്രയാ വലിയ വലിയ കൊമ്പന്മാരെയാണ് അതിലൊക്കെ കൊല്ലപ്പെട്ടു പോയത്. ശത്രുഭാഗത്ത് ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൻ്റെ ഫിർഔനാണ് എന്ന് അള്ളാഹിൻ്റെ റസൂല് വിശേഷിപ്പിച്ച അബൂജഹൽ, അവരൊക്കെ കൊല്ലപ്പെട്ടത് ഈ യുദ്ധത്തിലാണ്. അങ്ങനെ ഒരുപാട് കൊമ്പന്മാർ, ഖുറൈശി പ്രമുഖർ കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല ചാർത്തിയ വിഭാഗം, അത് കണ്ട് പരിഹസിച്ച് ചിരിച്ചവരൊക്കെ ആ കൂട്ടത്തിൽ പെടും. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരെ പേരെടുത്ത് റസൂലുള്ള സുജൂദിൽ നിന്ന് ഉയർന്ന് അങ്ങനെ അതിന് ശേഷമായി ഒരു ദുആ ചെയ്തിട്ടുള്ള നബിയെ, അള്ളാഹുവേ, ഈ ഓരോരുത്തരുടെ പേരും അബൂജഹലിനെ ആദ്യമായുള്ള ആളുകളൊക്കെ പേരെടുത്ത് പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂൽ അവർക്കെതിരെ ദുആ ചെയ്തു. കാരണം അള്ളാഹിൻ്റെ ബൈത്തിൻ്റെ മുന്നിൽ, അള്ളാഹിൻ്റെ വീടിൻ്റെ മുന്നിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം ചെയ്ത ആളുകൾ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരെ ദുആ ചെയ്തു. അവരൊക്കെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു. അപ്പം അതിനൊക്കെ അന്ന് പകരം വീട്ടി. അന്ന് ദുആ ചെയ്ത് ആ ദുആക്ക് ഫലം കണ്ടത് ബദർ യുദ്ധത്തിൽ വെച്ചാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര വിജയമായിപ്പോയി. അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും, അവരെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അഫ്ളൽ അൽ മുസ്ലിമീൻ, ഞങ്ങളവരെ കണക്കാക്കുന്നത്, മനസ്സിലാക്കുന്നത് അവർ മുസ്ലിമീങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ. മലക്കുകളെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. മനുഷ്യരായ കൂട്ടത്തിലോ ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ, അവരാണ് സഹാബത്ത്, അവരാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ, അമ്പിയാക്കൾക്ക് ശേഷം. അവരെ പിന്നെ നമ്മൾ സ്മരിക്കണ്ടേ? അവരെ നമ്മൾ സ്മരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അവരോട് മഹബത്ത് വെക്കണ്ടേ? അവരെപ്പറ്റി നല്ലത് പറയണ്ടേ? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ബദർ യുദ്ധത്തിൽ നേടിയ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ നിർദ്ദേശങ്ങളൊക്കെ അക്ഷരം പ്രതി അവർ സ്വീകരിച്ചു. അപ്പോൾ അള്ളാഹു തആല അവർക്ക് വിജയം കൊടുത്തു. അള്ളാഹ് എന്താ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ശത്രു വിഭാഗത്തെ കണ്ടാൽ ഫസ്ബുതു, ഓടിപ്പോകരുത്, ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, അള്ളാഹ്ക്ക് കൂടുതൽ ദിക്ർ ചെല്ലണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. ഇതൊക്കെ അവർ പാലിച്ചു, ഉറച്ചു നിന്നു, അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടിരുന്നു, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അള്ളാഹു പറഞ്ഞു, അത്തീഉല്ലാഹ വ റസൂല, അള്ളാഹ് റസൂൽ എന്താ പറഞ്ഞത് അത് നിങ്ങൾ അനുസരിക്കണം. അള്ളാഹിൻ്റെ റസൂല് അള്ളയും എന്താണോ പറഞ്ഞത് അതനുസരിക്കുക. നേതൃത്വത്തെ അംഗീകരിക്കുക. നേതൃത്വം എന്ത് പറഞ്ഞു അത് അംഗീകരിക്കുക. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്.
ഫതഫ്ശലൂ, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളെ കാറ്റ് പോകും. ഫതഫ്ശലൂ വതദ്ഹബ റീഹുക്കും, നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളെ കാറ്റ് പോകും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഐക്യത്തോടു കൂടി മുന്നേറണം. ഭിന്നിപ്പ് പാടില്ല. ഭിന്നിച്ചാൽ പരാജയമാണ്. എപ്പോഴും ആവശ്യം ഐക്യമാണ്. നേതൃത്വത്തെ അംഗീകരിച്ച് ഐക്യത്തോടു കൂടി മുന്നേറുക, അപ്പോൾ വിജയം കിട്ടും. പിന്നെ പറയുന്നത് ഒസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം. യുദ്ധത്തിലേക്കാണ് ഇറങ്ങുന്നത്, ശത്രുവിൻ്റെ മുന്നിലേക്കാണ് ഇറങ്ങുന്നത്. യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ എങ്ങനായാലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. വെട്ടുകൊള്ളും, തട്ടുകൊള്ളും, അതുപോലെ തന്നെ കൊല്ലപ്പെടും. ഇങ്ങനെ എന്തും സംഭവിക്കാമല്ലോ. യുദ്ധമുഖത്ത് എന്തും സംഭവിക്കാം. ആ സമയത്തൊക്കെ ക്ഷമയാണ് കൈക്കൊള്ളേണ്ടത്. ഒസ്ബിറൂ, ഈ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി സ്വീകരിച്ചവരും അംഗീകരിച്ചവരുമായിരുന്നു ബഹുമാനപ്പെട്ട ബദരീങ്ങൾ. അതുകൊണ്ടാണ് അന്ന് വിജയം കണ്ടത്. അചഞ്ചലമായ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഈമാൻ എല്ലാത്തിനും കാരണമായി വന്നത് അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. അവർക്ക് നല്ല ഉറപ്പാണ്. എന്ത്? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നേരെ സ്വർഗത്തിൽ കാണുന്നുണ്ട്. ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടാൽ നേരെ സ്വർഗത്തിലാക്കുന്ന ഉറച്ചാണ്. അതുകൊണ്ടല്ല അള്ളാഹു തആല പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ആയത്തിറക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൾപ്പിച്ചപ്പോൾ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും ഉളരിപ്പോവുക. ആകാശഭൂമി അത്രക്കും വിസ്താരമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരിപ്പോവുക എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ കാരക്ക തിന്നിരുന്ന ഈത്തപ്പഴം, കയ്യിലുള്ള ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേട്ടപ്പോൾ സഹാബി അതങ്ങ് ഇട്ടുവിട്ട് അതവിടെ ഇട്ടിട്ട് യുദ്ധക്കളത്തിലേക്ക് ചെന്ന് ഷഹീദായ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ഇതൊക്കെ അവരെ ഹൃദയത്തിൻ്റെ അകത്ത് അത്രക്കുള്ള വിശ്വാസമാണ്. സ്വർഗാണ്, സ്വർഗം വാസനിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ സഹാബത്തുകൾ. അപ്പം അവരൊക്കെ നേരെ മുന്നിൽ കാണുന്നത് സ്വർഗാണ്. അവർക്ക് മുമ്പിൽ മറ്റൊന്നും തടസ്സമില്ല. ഭാര്യമാരോ മക്കളോ സമ്പത്തോ കുടുംബമോ ഒന്നും തടസ്സമല്ല. അതൊക്കെ പിന്നെ സ്വർഗം നേടണമെന്നുള്ള ഒറ്റ വിചാരം. ആ വിചാരത്തിലാണ് അവരൊക്കെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് വിജയം സംഭവിച്ചു, വിജയം കരസ്ഥമായി. അതാണ് അള്ളാഹു തആല പറയുന്നത്, വലഖദ് നസറക്കുമുല്ലാഹു ബിബദിരിൻ വഅൻതും അദില്ല, നിങ്ങൾ നിസ്സാരരും നിന്ദ്യരുമാണ്. ആരെടുക്കും ഒരു സ്ഥാനം ഒന്നും നിങ്ങൾക്കില്ല, ഒരു സ്വാധീനവും ഇല്ല. ആ നിലക്ക് നിങ്ങൾക്ക് അള്ളാഹു തആല ബദറിൽ നിങ്ങളെ സഹായിച്ചു. അതിന് നിങ്ങൾ എന്ത് വേണം? ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. ഈ ഒരു നിഅമത്തിന്, അള്ളാഹു ചെയ്ത ഈ സഹായം എന്ന ഈ നിഅമത്തിന് നിങ്ങൾ നന്ദിയുള്ളവരാവണമെങ്കിൽ എന്ത് വേണം? തഖ്വയോടുകൂടി ജീവിക്കണം എന്നാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. നമുക്ക് അവരോടുള്ള ആ നന്ദി രേഖപ്പെടുത്തൽ തഖ്വയിലൂടെയാവണം. നമ്മൾ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണം. അവർ വെട്ടിത്തെളിച്ച് തന്ന ആ പാതയിലൂടെ നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കണം. ആ നിലക്ക് നമ്മൾ ജീവിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്. ഇതാണ് അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ, ആ നിഅമത്തിനോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ബദരീങ്ങളെ സ്നേഹിക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ മേൽ അവർക്ക് പ്രത്യേക ഒരു ഓഫർ കൊടുത്തിക്കാണ്, നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി, ഇഅ്മലൂ മാ ശിഅ്തും ഇന്നി ഖദ് ഗഫർതു ലക്കും, നിങ്ങൾ എന്ത് വേണം ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു തആല ബദരീങ്ങളോട് പറഞ്ഞതാണ്. എപ്പോഴാണ് ഇത് അള്ളാഹിൻ്റെ റസൂൽ പറയുന്നറിയോ?
ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി ദേശവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ള സഹാബത്ത് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആ സഹാബി ആരാന്നറിയുകൾക്ക്, അത് ബദറിൽ പങ്കെടുത്ത സഹാബിയാണോ. ബദരീങ്ങളോട് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരും കുറ്റം പറയണ്ട എന്നാണ് അള്ളാഹിൻ്റെ റസൂല് ആ ആക്ഷേപിച്ചവർക്ക് മറുപടി കൊടുത്തത്. അത്രക്കും വലിയ ബഹുമാനമാണ്, അത്രക്കും വലിയ ബഹുമാനമാണ് ബദരീങ്ങൾക്ക് അള്ളാഹു റസൂൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ മദഹ് പറയണം. അവരെ മൗലിദ് എന്നൊക്കെ പറയുന്നത്, ബദർ മൗലിദ് എന്നൊക്കെ പറയുന്നത് അവരെ മദഹ് പറയലാണ്, അവരെ കൊണ്ട് തവസ്സുലാക്കി റബ്ബിനോട് ദുആ ചെയ്യലാണ്. ബദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്താൽ ഇജാബത്തുണ്ടെന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ്. അവരെ പേര് പറഞ്ഞിട്ട് അവരെ പേരുകളൊക്കെ ചൊല്ലി അവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്താൽ തീർച്ചയായും ഇജാബത്ത് കിട്ടുമെന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ് രേഖപ്പെടുത്തിയതായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അവസരങ്ങൾ നമ്മളെ വീട്ടിലും നാട്ടിലുള്ളവരും ഇവിടെ റൂമിലുള്ളവരും ഒക്കെ പ്രവാസ ലോകത്തുള്ളവരും എല്ലാവരും ബദരീങ്ങളെ അനുസ്മരിക്കണം. ദിവസേന ചെല്ലാൻ പറ്റുമെങ്കിൽ ബദരീങ്ങൾ അസ്മാവ് നമ്മൾ ചെല്ലണം. എന്നിട്ട് അത് തവസ്സുലാക്കി ദുആ ചെയ്യണം. നമുക്ക് ഏതെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രയാസങ്ങളും ഉണ്ട്, എല്ലാ കാലത്തിങ്ങനെ കാലം വഴുകുന്നിടത്തോളം, കൊല്ലങ്ങൾ മുന്നോട്ട് പോകുന്നിടത്തോളം നമുക്ക് പ്രതിസന്ധികൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ നേരത്തെ നമ്മെ അറിയിച്ചതാണ്. മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാവുക, മറ്റുള്ളവർക്കല്ല. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവരൊക്കെ മുൻനിർത്തി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ബദരീങ്ങളെ പോലെയുള്ള സേവനങ്ങളൊന്നും ഞങ്ങൾ ദീനിന് വേണ്ടി ചെയ്തിട്ടില്ല റബ്ബേ. അവരെ ഞങ്ങൾ മഹബത്ത് വെക്കുന്നു, അവരെ സ്നേഹിക്കുന്നു റബ്ബേ. അത് കാരണമായി ഞങ്ങൾ ഇനി രക്ഷപ്പെടുത്തണേ അല്ലാ, അത് കാരണമായി ഞങ്ങൾ ഇനി രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അവർ ചെന്ന് കടക്കുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്കൊന്നും പറയാനില്ല ദീനിൽ സേവനം ചെയ്തതായിട്ട് റബ്ബേ. എന്നാലും അവരെ മഹബത്ത് വെച്ച കാരണത്താൽ അവരോടൊന്നിച്ച് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഈ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ, ഈ സ്വർഗത്തിനെ എത്തിക്കണേ അല്ലാ. നരക ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ, നരക ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കെലിമ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാ, നീ സുഖപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തുനിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഇഷ്ടജനങ്ങൾ, ഉസ്താദുമാർ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാന റബ്ബേ, ജോലിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ. റഹ്മാന റബ്ബേ, ഗൾഫ് മേഖലയിലുള്ള ഈ പ്രതിസന്ധി റബ്ബേ നീ ഉടനെ തന്നെ നീക്കിത്തരണേ അല്ലാ, നീക്കിത്തരണേ അല്ലാ. സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാ. ഈ പ്രവാസ ലോകത്തെയും മറ്റു രാജ്യങ്ങളെയും എല്ലാം എല്ലാ ആപത്ത് മുസീബത്തൊട്ടും നീ കാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ, അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.